നമസ്കാരം. ഫ്രെഡ് ഹാംപ്റ്റൺ എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ഒരു അമേരിക്കൻ സാമൂഹിക പ്രവർത്തകൻ ഒരു ഉദ്ധരണി പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ. യു ക്യാൻ കിൽ എ റെവല്യൂഷണറി. നിങ്ങൾക്ക് ഒരു വിപ്ലവകാരിയെ കൊല്ലാൻ കഴിഞ്ഞേക്കും, ബട്ട് യു കനോട്ട് കിൽ എ റെവല്യൂഷൻ. പക്ഷേ ഒരു വിപ്ലവത്തെ കൊല്ലാനൊക്കില്ല. വീണ്ടും ആവർത്തിക്കട്ടെ, യു ക്യാൻ കിൽ എ റെവല്യൂഷണറി. ഒരു വിപ്ലവകാരിയെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, ബട്ട് യു ക്യാൻ നെവർ കിൽ ദ റെവല്യൂഷൻ. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന വിപ്ലവമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല എന്ന്. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിപ്ലവകാരിയെക്കുറിച്ചാണ്. ബൈബിളിലെ ഉജ്ജ്വലമായ കഥാപാത്രമാണല്ലോ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്ന സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പി.സി. ദേവസ്യ സാർ തൻ്റെ മൗലിക കൃതിയായ ക്രിസ്തു ഭാഗവതത്തിൽ സ്നാപക യോഹന്നസ്യ വധഃ എന്ന പേരിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പ്രൊഫസർ പി.സി. ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും സംസ്കൃത ഭാഷാ സ്നേഹിയും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. കാവ്യയെയും ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ അച്ഛാ, നമ്മളിന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മളൊരു ഉദ്ധരണിയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. ഈ ഫ്രെഡ് ഹാംപ്റ്റൺ എന്ന ഒരു അമേരിക്കൻ ആക്ടിവിസ്റ്റിൻ്റെ ഉദ്ധരണിയോടുകൂടി. അതായത് വിപ്ലവത്തെ അടിച്ചമർത്താനൊക്കില്ല, വിപ്ലവകാരിയെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞേക്കും, കൊല്ലാൻ കഴിഞ്ഞേക്കും, വിപ്ലവത്തെ പറ്റില്ല. അപ്പോൾ സ്നാപക യോഹന്നാൻ എന്ന വിപ്ലവകാരിയുടെ വിപ്ലവം അത് ഇന്നും എത്രയോ പേർക്ക് പ്രചോദനമാണ്. ആ ദുഷ്പ്രഭുത്വത്തിനെതിരെ അയാൾ ഓങ്ങിയ വാളുണ്ടല്ലോ, അയാൾ ശബ്ദിച്ച ശബ്ദമുണ്ടല്ലോ, അയാൾ വിത്തുപാകി അനന്തര തലമുറകളാണ് അതിൻ്റെ ഫലം അനുഭവിച്ചത്. അയാൾ തൻ്റെ ജീവൻ തൃണവത്ഗണിച്ചുകൊണ്ടാണ് ആ ദുഷ്പ്രഭുത്വത്തിനെതിരെ ശബ്ദിച്ചത്. ഉജ്ജ്വലമായ കഥാപാത്രമാണല്ലോ സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നസ്യ വധഃ എന്ന പേരിലാണല്ലോ ദേവസ്യ സാറ് അത് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. നമ്മളതാണല്ലോ ചർച്ച ചെയ്ത് കവികളെ പ്രചോദിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ വയലാറാണെങ്കിലും ഈ രംഗം വെച്ച് നല്ല സിനിമാ ഗാനം എഴുതി. പിന്നെ ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ഈ നമ്മുടെ പ്രവാചക പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. അതിനുശേഷം പ്രവാചകന്മാരെന്ന് ബൈബിളിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രവചിക്കുന്നവരെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് കണ്ടെത്തിയത് ജനങ്ങളെ അറിയിക്കുന്നതാണ്. വിൽ ഓഫ് ഗോഡ് കണ്ടെത്തി
അത് ജനങ്ങളെ അല്ല രാജാക്കന്മാരെ പോലും അറിയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. ആ പ്രവാചക പരമ്പരയിൽ ഏറ്റവും അവസാനത്തെ ആളാണ്. ഈ പ്രവാചകന് വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രവാചകന്മാരെല്ലാം യേശുവിനെ കുറിച്ച് പ്രവചിക്കുമായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനിക്കും, ആ യേശുവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും, എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് അവർ പ്രവചിച്ചത്. എന്നാൽ സ്നാപയോഹന്നാൻ മാത്രമേ യേശുവിനെ ചൂണ്ടിക്കാണിച്ച ആളാണ്. ഈ അരുണനോടാണ് ദേവസ്യ സാറ് ഈ മരുഭൂമിയിലെ ഗർജിതം എന്നു പേരായ ഖണ്ഡകാവ്യത്തില് സ്നാപക യോഹന്നാനെ ഉപമിക്കുന്നത്. സൂര്യന് മുമ്പ് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ അരുണനോടാണ്, സൂര്യ സാരഥിയോടാണ് യോഹന്നാനെ വളരെ മനോഹരമായി ദേവസ്യ സാറ് ഉപമിക്കുന്നത്. അപ്പോൾ ആ കൃതി നമുക്ക് ഒരു ദിവസം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി നമുക്ക് ഓർക്കാം. നമുക്ക് ക്രിസ്തു ഭാഗവതത്തിലേക്ക് വരാം. 9 സർഗഃ, അതിൽ സ്നാപക യോഹന്നസ്യ വധഃ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കണ്ടു അവിടെ രാജാവിൻ്റെ ഹേരോദ രാജാവിൻ്റെ പിറന്നാൾ ആഘോഷം വന്നെത്തി. അവിടെ ഒട്ടേറെ പ്രമുഖർ അതിൽ പങ്കെടുക്കുകയാണ്. അവിടെ ഒരു സംഗതി ഉണ്ടാകുന്നു, അതിനെക്കുറിച്ചാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ എല്ലാവരും മദ്യാസക്തരായി, മതോന്മത്തരായി, സദസ്സ് ശബ്ദായമാനമായി തീരുമ്പോൾ അവിടെ ഒരു നൃത്തം അവിടെ അരങ്ങേറുകയാണ്. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. പാനമത്തേഷു സർവേഷു എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. പാനമത്തേഷു സർവേഷു സദസ്യാരവ പൂരിതേ വ്യവധാനം വിപാട്യൈകാ പ്രവിവേശാത്ര ബാലിക. അച്ഛാ നോക്കൂ, ഇവിടെ പ്രവേശിച്ചു എന്ന് പറയുന്നു. ആരാണ്? ഒരു പെൺകുട്ടി പ്രവേശിക്കുകയാണ് സദസ്സിലെ വേദിയിൽ. എപ്പോൾ? അതാണ് ആദ്യത്തെ വാക്കുകളിൽ പറയുന്നത്. സർവേഷു പാനമത്തേഷു, എല്ലാവരും മദ്യം സേവിച്ച് മതോന്മത്തരായിരിക്കെ, സദസ്സി ആരവ പൂരിത്തെ, സദസ്സ് ശബ്ദായമാനമായിരിക്കെ, ആ സന്ദർഭത്തിൽ ഏകാ ബാലിക, ഒരു പെൺകുട്ടി അത്ര പ്രവിവേശ, അവിടേക്ക് കടന്നു വന്നു. വ്യവധാനം വിപാട്യ, വ്യവധാനം തിരശീലയാണ്, തിരശീല നീക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി അവിടേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം അവിടെ ഒട്ടേറെ ഈ ഗാലിലീയന്മാരായ രാജസഭാംഗങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ പ്രമുഖന്മാർ പങ്കെടുക്കുന്ന ഒരു വിരുന്ന് സൽക്കാരമാണ് അരങ്ങേറുന്നത്. രാത്രിയിലുമാണ്. ആ രാത്രി വേളയിൽ ഒരു നൃത്താവിഷ്കാരം അവിടെ നടക്കുകയാണ്. അതിനെക്കുറിച്ചാണ്, അതിൻ്റെ ആമുഖമായിട്ടാണ് ദേവസ്യ സാറ് ഈ പദ്യം ചമച്ചിരിക്കുന്നത്. തുടർന്ന് നമുക്ക് നോക്കാം ആരാണ് ആ പെൺകുട്ടി എന്ന് അടുത്ത ശ്ലോകത്തിൽ ദേവസ്യ സാറ് വിവരിക്കുന്നുണ്ട്. ഹേരോദിയാഭിധായാഹ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകവും കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. ഹേരോദിയാഭിധായാഹ സ മഹിഷ്യാ പ്രിയദാരിക ശലോമി നൃത്തവിദ്യായാം അധരീകൃത മേനക. അച്ഛാ നോക്കൂ, സലോമി എന്ന പെൺകുട്ടിയാണ് അവിടെ നൃത്തം അവതരിപ്പിക്കാനായിട്ട് കയറി വന്നത് എന്ന്. അവൾ ആരാണ് എന്ന് ദേവസ്യ സാർ പറയുന്നു. ഹേരോദിയാഭിധായാഹ മഹിഷ്യാഹ പ്രിയദാരിക എന്ന്. അപ്പോൾ ഹേരോദിനെ വിവാഹം കഴിച്ചതുകൊണ്ട് ഹേരോദിൻ്റെ സഹോദരൻ്റെ പത്നി ഹേരോദിയ ആയി മാറി. അപ്പോൾ ഹേരോദിയ എന്ന് വിളിക്കപ്പെടുന്ന മഹിഷിയുടെ, പട്ടമഹിഷിയുടെ രാജപത്നിയാണവൾ. അപ്പോൾ അവരുടെ പ്രിയതാരിക, പ്രിയപ്പെട്ട പുത്രിയാണ്. ശലോമി എന്ന പേരോട് കൂടിയവളാണ് അവൾ. ഒരു വിശേഷണം ദേവസ്യ സാറ് ചേർക്കുകയാണ്. നൃത്തവിദ്യയാം അധരീകൃത മേനക എന്ന്. നൃത്തവിദ്യയിൽ മേനകയെ കവിഞ്ഞു നിൽക്കുന്നവൾ, അല്ലെങ്കിൽ മേനകയെ താഴ്ത്തിക്കെട്ടിയവളെന്ന്. അപ്പോൾ നമുക്കറിയാം ഉർവശി, മേനക, രംഭ തുടങ്ങിയവർ സ്വർഗത്തിലെ അപ്സരസ്സുകളായി കരുതപ്പെടുന്നു. അവരൊക്കെ നൃത്ത നിപുണകളായി കരുതപ്പെടുന്നു. അതിലൊരുവളാണ് മേനക. എന്തുകൊണ്ടായിരിക്കാം മേനകയെ തന്നെ പറഞ്ഞത്? വേറെയും ആളുകളുണ്ടല്ലോ, രംഭയും ഉർവശിയും ഒക്കെ ഉണ്ടല്ലോ എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു മേനകയാണല്ലോ നൃത്തവും മറ്റും ചെയ്ത് വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ദേവസ്യ സാറ് ബാക്കി 2 പേരെയും വിട്ടയച്ച് മേനകയെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ശലോമയെ മേനകയോട് ഉപമിച്ചത് വളരെ ഉചിതമാണെന്ന് നമുക്ക് പറയാമല്ലോ. മാത്രമല്ല ഈ മേനകയുടെ നൃത്തം
ഭാരതീയയുടെ മനസ്സിൽ കിടന്ന് നൃത്തം കളിക്കുന്നതാണ്. അതെ 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 അപ്പം അതിനോട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഭാരതീയ മനസ്സിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് അതെ അതെ തീർച്ചയായും അത് സാറിൻ്റെ ആ ജീനിയസ് അവിടെയാണ് കാണുന്നത്. കറക്റ്റ് ശരിക്കുള്ള സ്ഥലത്താണ് ഇത് ഇത്തരം കൂടെ യോജിപ്പിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഈ നൃത്തത്തിൽ നിപുണയായ മേനകയോട് ഉപമിക്കത്തക്കവളെന്ന് മാത്രമല്ല, ഈ മേനകയെ പോലും അവൾ കവിഞ്ഞു നിൽക്കുമെന്ന് ദേവസ്യ സാറ് വിഭാവനം ചെയ്യുന്നു. അങ്ങനെയുള്ള സലോമി അല്ലെങ്കിൽ ശലോമി രണ്ടും പറയുമെന്ന് തോന്നുന്നു അല്ലേ? ശലോമി സലോമി, ശലോമി എന്നാണ് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. ശലോമി അവിടെ സംസ്കൃതത്തോട് ചേരാൻ വേണ്ടി സലോമി എന്ന സാധാരണ പറയുക. അപ്പോൾ ആ പെൺകുട്ടി അവിടെ നൃത്തം അവതരിപ്പിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അവളുടെ നൃത്തത്തെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. താലാൻവിത പദന്യാസൈ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. താലാൻവിത പദന്യാസൈഃ സമുദ്രൈ കരചാലനൈഃ അംഗവിക്ഷേപഭേദൈശ്ച സർവാം സ്തബ്ധാംശ്ചകാര സ. അച്ഛാ നോക്കൂ, എങ്ങനെയാണ് അവൾ നൃത്തം ചെയ്തത്? അവൾ നൃത്തം ചെയ്തുകൊണ്ട് അവൾ എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. സർവാൻ സ്തബ്ധാൻ ചകാര, എല്ലാവരെയും സ്തംഭിപ്പിച്ചു കളഞ്ഞു അത്രേ. അത് വിവരിക്കുകയാണ് എങ്ങനെ. അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ വാക്കുകൾ. താല അൻവിത പദ ന്യാസൈഹി, താളത്തിനൊത്ത കാൽച്ചുവട് കൊണ്ടും താളത്തിനൊത്ത കാൽവയ്പ് കൊണ്ടും സമുദ്രൈഹി എന്ന് സമുദ്രൈഹി കരചാലനൈഹി എന്ന് മുദ്രകളോട് കൂടിയ കരചലനങ്ങൾ കൊണ്ടും പിന്നെയോ അംഗവിക്ഷേപ ഭേദയിശ്ച, അംഗവിക്ഷേപങ്ങളുടെ വൈവിധ്യം കൊണ്ടും ഇവ മൂന്നും കൊണ്ടുമാണ് അവൾ സദസ്യരെയെല്ലാം സർവാൻ എല്ലാവരെയും സ്തബ്ധാൻ ചകാര സ്തബ്ധരാക്കി തീർത്തത്, അമ്പരപ്പിച്ചു കളഞ്ഞത് എന്ന്. തൊട്ടടുത്ത ശ്ലോകത്തിൽ കവി ആ നൃത്തത്തെക്കുറിച്ച് തന്നെ വീണ്ടും ഒരു വർണ്ണന കൂടിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. സ നൂപുര ഝണത്കാരഃ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കാവ്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. സ നൂപുര ഝണത്കാരഃ കങ്കണക്വണിതം ച തത് സാ ഗാനമാധുരീ ചൈവം കിം കിം തസ്യാ ന മാദകം. അച്ഛാ ഇതുകൂടി പറഞ്ഞേക്കാം. ദേവസ്യ സാർ ഇങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത്. സഹ നൂപുര ഝണത്കാരഃ, നൂപുരം കാൽച്ചിലങ്കയാണല്ലോ, അതിൻ്റെ ഒരു ഝണത്കാരം, ആ ഝണ ശബ്ദമുണ്ടല്ലോ, കിലുക്കം എന്നല്ലേ അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ പറയുമ്പോൾ ആ വാക്കല്ലേ ഉപയോഗിക്കുക. ആ കാൽച്ചിലങ്കകളുടെ കിലുക്കം. കങ്കണ ക്വണിതം ചെത്തത്, വളകളുടെ മുഴക്കം. കങ്കണ കുണിതം, കുണിതം എന്ന വാക്കിന് ശബ്ദം എന്ന് സാമാന്യമായ അർത്ഥം. ഇവിടെ കങ്കണ കുണിതം എന്ന് പറയുമ്പോൾ കൈവളകളുടെ ഒരു കിലുക്കം, മുഴക്കം എന്ന് പറയാം. സാ ഗാന മാധുരി എന്ന്, ആ ഇമ്പമാർന്ന ഗാനം, ഇതൊക്കെയുണ്ട് അത് അവിടെ. ഇത് എന്നിട്ട് ദേവസ്യ സാർ ഉപസംഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ശ്ലോകം അതിലെ 4ാമത്തെ വരി സാറ് പറയുന്നു, കിം കിം തസ്യാഹ ന മാതകം, തസ്യാഹ കിം കിം ന മാതകം ആസീത്, അവളുടെ എന്തെന്ത് മാതകമായിരുന്നില്ല, അവളുടേത് എന്തെന്താണ് മാതകമല്ലാത്തത്, എല്ലാം മതിപ്പിക്കുന്നതാണ്, എല്ലാം ഉന്മത്തരാക്കി ചെയ്യുന്നതാണ് അവളുടെ ഓരോ ചലനവും എന്ന്. കിം കിം തസ്യാഹ ന മാതകം എന്ന്, അങ്ങനെയാണ് പദ്യം അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും മോഹിതരായി തീർന്നു അവളുടെ നൃത്തത്താൽ എന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണ്. അതായത് എല്ലാവരും ആ നൃത്തത്താൽ മോഹിതരായി തീർന്നു എന്ന് വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അംഗക്ഷേപാനുരോധേന എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം. ഇവിടെ ഈ സാറിന് ഈ ഡാൻസിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്നും കൂടെ സൂചനകളുണ്ട്. ഈ നൃത്തത്തിന്റെ പ്രധാന വശങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഒന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ എഴുതിയ ഹൈലി ഇൻഫ്ലൈമബിൾ, എപ്പം വേണം തീ കത്താന്ന്, അങ്ങനെ തീ കത്താൻ അവിടെ മതിച്ചിരിക്കുകയാണ് ആൾക്കാർ. തീർച്ചയായും ഈ മദ്യത്തിൽ മതിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കോട്ട് ഈ മാതകത്വം കൂടെ ചെല്ലുമ്പോൾ വലിയൊരു സ്ഫോടനമാണ് നടക്കാൻ പോകുന്നത് സൂചനയാണ് സാറ് നൽകുന്നത്. അല്ല, അത് അച്ഛൻ പറഞ്ഞത് കൊണ്ട് എനിക്കിത് ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് അത്തരം വാക്കുകളാണല്ലോ സാർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ താളത്തിനൊത്ത കാൽച്ചുവട്, സമുദ്രൈഹി കരചാലനൈഹി, ഈ മുദ്രകളോടൊത്ത കരചലനങ്ങൾ, ഇങ്ങനെ അംഗവിക്ഷേപ
ഭേദം, വൈവിധ്യമാർന്ന അംഗവിക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് നേരിട്ട് ഒരു നൃത്തം കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി തരികയാണ്. വാക്കുകൾ കൊണ്ട് ആ നൃത്തം വരച്ച് കാണിക്കുക. തീർച്ചയായിട്ടും. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. വെച്ചാൽ അതിൽ എങ്ങനെയാണ് എല്ലാവരും മോഹിതരായത് എന്ന് പറയുന്നു. അംഗക്ഷേപാനുരോധേന എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. അംഗക്ഷേപാനുരോധേന തസ്യാ പ്രേക്ഷകമാനസം ദോലായിതമഭൂചിത്രം ഹേരോദസ്യ തു കാ കഥ. അച്ഛാ, ഇതുകൂടി പറഞ്ഞേക്കാം. ഇവിടെ തസ്യാഹ അംഗക്ഷേപ അനുരോധേന പ്രേക്ഷക മാനസം ദോലായിതമഭൂത് എന്ന് ഇവിടെ കാണികളുടെ മനസ്സിനെ കുറിച്ച് പറയുകയാണ്. മനസ്സ് അത് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നുവെന്ന്. എന്തിനൊത്ത്? അവളുടെ അംഗവിക്ഷേപങ്ങൾക്കൊത്ത്. ശലോമിയുടെ നൃത്തം അരങ്ങേറവേ അവളുടെ അംഗവിക്ഷേപങ്ങൾക്കൊത്ത് കാണികളുടെ മനസ്സാണ്. അതെ, മനസ്സിളകിയെന്നാണ്. മനസ്സ് ഇളകിയെന്നതിനെ കവി വർണ്ണിക്കുന്നത് മനസ്സ് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നുവെന്ന്. എന്നിട്ട് തുടർന്ന് ഹേരോദിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ കാണികളുടെ മനസ്സ്, കാണികളെന്ന് വെച്ചാൽ അവിടെ വന്ന പ്രഭുക്കന്മാരാണ്, ഈ ഗാലിലീയന്മാരായ രാജ്യസഭാംഗങ്ങളാണ്. അവരുടെ മനസ്സ് പോലും ഇളകിപ്പോയി എങ്കിൽ ഈ സ്ത്രീലമ്പടനായ ഈ ഹേരോദിൻ്റെ കഥ പറയണമോ എന്നാണ് കവി ഉപസംഹരിക്കുന്നത് ഈ ശ്ലോകം. ഹേരോദസ്യ തു കാ കഥ എന്ന്. ഹേരോദിൻ്റെ കഥ പിന്നെ പറയാനുണ്ടോ? ഹേരോദിൻ്റെ കഥ, ഹേരോദിൻ്റെ മനസ്സിളകി എന്ന് പ്രത്യേകിച്ച് പറയണമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്യം അവസാനിക്കുന്നത്. ഒരു സ്ത്രീലമ്പടനായിട്ടാണോ ബൈബിളിലെ തീർച്ചയായും അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ അവിടെ ഹേരോദിൻ്റെ കഥ പിന്നെ പറയണമോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവിടെ രാജാവ് ആ നൃത്തത്തിൽ മതിമയങ്ങിപ്പോയി. എന്നിട്ട് ആ ഒരു മതോന്മത്തതയോടുകൂടി രാജാവ് അവൾക്ക് വാഗ്ദാനം നടത്തുകയാണ്. ആ വാഗ്ദാനമാണ് നമുക്കറിയാം രാജാവിന് പോലും അഹിതമായി തീർന്ന, രാജാവ് പോലും പ്രതീക്ഷിക്കാത്ത അതിൻ്റെ ഒരു വരായികകളെക്കുറിച്ച് ഒട്ടുമേ ചിന്തിക്കാതെ ആയിരിക്കണമല്ലോ രാജാവ് വാഗ്ദാനം നടത്തിയത്. എന്തും നൽകാം എന്ന വാഗ്ദാനമാണ് നൽകുന്നത്. ആണയിട്ടു നൽകുന്നു. ഈ പ്രമുഖരുടെ മുമ്പിൽ വെച്ചാണ് ആണയിടാൻ പോകുന്നത്. അതിനെ കുറിക്കുന്ന പദ്യമാണ് അടുത്തത് വരുന്നത്. അതാണ് നമ്മുടെ സ്നാപക യോഹന്നാൻ്റെ വധത്തിലേക്ക് നയിക്കുന്നത് എന്നുകൂടി ഓർത്തുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ശ്ലോകം, അതായത് ഈ ആണയിട്ട് എന്തും നൽകാം എന്ന് പറയുന്ന ശ്ലോകത്തിലേക്ക്, ബാലേ യത് വാഞ്ചസി ത്വം മാം എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. ബാലേ യദ്വാചസി ത്വം മാം ബ്രൂഹി ദാസ്യാമി തദ്ധ്രുവം രാജ്യാർദ്ധമപി നിശ്ശങ്കം തുഭ്യം ദാസ്യാമി സാമ്പ്രതം. അച്ഛാ, ഇതുകൂടി ഒന്ന് വിശദീകരിച്ചേക്കാം. ബാലേ എന്നാണ് വിളിക്കുന്നത്, കുട്ടി എന്ന് വിളിച്ചിട്ട് പറയുന്നു. യത് ത്വം വാഞ്ചസി തത് മാം ബ്രൂഹി, നീ എന്ത് ഇച്ഛിക്കുന്നുവോ അത് എന്നോട് പറയൂ. തത് ധ്രുവം ദാസ്യാമി, അത് തീർച്ചയായിട്ടും നിനക്ക് നൽകാം എന്ന്. എന്നിട്ട് ഒരു സൂചന കൊടുക്കുന്നു. അദ്ദേഹം വിചാരിച്ചത് വല്ല ഭൂമിയോ മറ്റോ ആവശ്യപ്പെടും, വല്ല സ്വർണമോ മറ്റോ ആവശ്യപ്പെടുമെന്നാവുമല്ലോ, കൊച്ചുകുട്ടിയല്ലേ. അതൊരു സൂചന കൊടുത്തുകൊണ്ട് പറയുന്നു, രാജ്യ അർദ്ധമപി, പകുതി രാജ്യം പോലും സാമ്പ്രതം ഇപ്പോൾ തുഭ്യം നിശങ്കം ദാസ്യാമി, ഞാനിതാ നിനക്ക് ശങ്ക കൂടാതെ തന്നുകൊള്ളാം. നീ ആവശ്യപ്പെട്ടാൽ മാത്രം മതി, ഞാനത് പകുതി രാജ്യം പോലും നിനക്ക് തന്നുകൊള്ളാമെന്ന് ആണയിടുകയാണ്. എന്തും നൽകാമെന്ന ആണയിടലാണ് അവിടെ ഹേരോദ് രാജാവ് പൗരപ്രമുഖരുടെ മുന്നിൽ വെച്ച് മുൻപിൻ നോക്കാതെ പെൺകുട്ടിക്ക് നൽകുന്നത്. ആ ഒരു ആണയിടലാണ്. ആ ആണയിടലിൻ്റെ ഫലമാണ് പിന്നീട് അയാളെപ്പോലും വിഷമത്തിലാക്കിക്കൊണ്ട് നടക്കുന്ന സംഗതികൾ. അതിനെക്കുറിച്ച് പറയുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പെൺകുട്ടി എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് ശ്രുത്വാ സശപഥം വാക്യം എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. ശ്രുത്വാ സശപഥം വാക്യം രാജ്ഞോ നിർഗത്യ ബാലിക നിജമാതരമപ്രാക്ഷീത് യാജിഷ്യേ കിമഹം നൃപം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി എന്തൊക്കെ ചോദിക്കുമെന്ന് രാജാവ്
വിചാരിച്ച് കാണും. ഏറിപ്പോയാൽ സ്വർണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്നേ രാജാവ് വിചാരിച്ച് കാണൂ. പെൺകുട്ടിയുടെ മറുപടി രാജാവിനെ അമ്പരപ്പിച്ചിരിക്കണം. ആ പെൺകുട്ടി ഒന്നും ചോദിച്ചില്ല. നേരെ ചെന്ന് അമ്മയോടാണ് ചോദിച്ചത്. ഞാൻ എന്താണ് ചോദിക്കേണ്ടു എന്ന് അമ്മയോട് അന്വേഷിക്കുകയാണ്. അതാണ് പെൺകുട്ടി ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം. രാജ്ഞഃ സശപഥം വാക്യം ശ്രുത്വ ബാലിക നിർഗത്യ. ബാലിക അവിടെ നിന്ന് പോയിട്ട് എപ്പോൾ രാജ്ഞഃ സശപഥം വാക്യം ശ്രുത്വ, രാജാവിൻ്റെ ആണയിടൽ കേട്ടപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് ചെന്ന് അഹം നൃപം കിം യാചിഷ്യേ ഇതി നിജമാതരം അപ്രാക്ഷീത്, ഞാൻ രാജാവിനോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് തൻ്റെ അമ്മയോട് പോയി അന്വേഷിക്കുകയാണ് ഉണ്ടായത് എന്ന്. അമ്മയ്ക്ക് ഒരു സംശയവുമില്ല എന്താണ് ചോദിക്കേണ്ടതെന്ന്. അമ്മ തൊട്ടടുത്ത ശ്ലോകത്തിൽ അത് ദേവസ്യ സാർ പറയുന്നുണ്ട് എന്താണ് അമ്മ ചോദിക്കാനായി പറഞ്ഞയച്ചതെന്ന്. യാചസ്വ യോഹനസ്യാസ്യ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. കാവ്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. യാചസ്വ യോഹനസ്യാസ്യ മസ്തകം ശബ്ദയോഗിനഃ ഇതി മാത്രോപദിഷ്ടാ സാ പ്രവിവേശ പുനഃ സഭാം. അതേച്ച അമ്മയ്ക്ക് ഒട്ടും സംശയമില്ല എന്താണ് ചോദിപ്പിക്കേണ്ടത് എന്ന്. യോഹന്നാന്റെ ശിരസ്, അതാണ് പറയുന്നത്. ശബ്ദയോഗിനഃ അസ്യ യോഹനസ്യ മസ്തകം യാചസ്വ. നീ ആവശ്യപ്പെടൂ. യോഹന്നാന്റെ ശിരസ്. എങ്ങനെയുള്ള യോഹന്നാന്റെ? അവരെ സംബന്ധിച്ച് യോഹന്നാൻ ശബ്ദയോഗിയാണ്, അഭിശപ്തനായ സന്യാസിയാണ്. ആ അഭിശപ്തനായ നശിച്ച എന്നർത്ഥമാണ്. ആ നശിച്ച യോഗിയുടെ ശിരസ്, ആ നശിച്ച യോഗിയായ യോഹന്നാന്റെ ശിരസ് നീ ചെന്ന് ആവശ്യപ്പെടൂ എന്ന് മാത്ര ഉപദിഷ്ടാസ, അമ്മയാൽ പ്രേരിതയായ അല്ലെങ്കിൽ പറയപ്പെട്ട അവൾ പുനഃ സഭാം പ്രവിവേശ, വീണ്ടും വേദിയിലേക്ക് കടന്നു വന്നു എന്ന്. എന്നിട്ട് ഈ ആവശ്യം രാജാവിനോട് പറയാൻ പോവുകയാണ്. ആ ഒരു ശ്ലോകത്തിന് മുമ്പായിട്ട് ദേവസ്യ സാറ് ഈ പെൺകുട്ടിയെ ഉപമിക്കുന്നത് രാമനെ 14 വർഷം കാട്ടിലേക്ക് അയച്ച കൈകേയിയോട്. അതാണ് തൊട്ടടുത്ത ശ്ലോകം. നമുക്കതിലേക്ക് കടക്കാം. രാമനിർവാസനാത് ഹേതോഹോ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കാവ്യ നമുക്കായിട്ടതും ആലപിച്ചു തരും. രാമനിർവാസനാത് ഹേതോർ ഗർഹ്യതേ കേകയാത്മജ കിയതാസാംഗനാ ഗർഹ്യ മുനിമാരണകാരിണി. ഇത് വിശദീകരിച്ചേക്കാം. കൈകയാത്മജ, കൈകേയിയാണ്. കൈകേയി ഗർഹ്യത്തെ നിന്ദിക്കപ്പെടുന്നു. എന്തു കാരണത്താൽ? രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയച്ചു. രാമനെ നാടുകടത്തിയതിൻ്റെ പേരിൽ. രാമ നിർവാസനാഥ് ഹേതോഹോ, രാമനെ കൊന്നൊന്നുമില്ല കൈകേയി, രാമനെ നാടുകടത്തിയതേ ഉള്ളൂ. എന്നിട്ടും കൈകേയി ഇന്നും നിന്ദിക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ മുനിമാരണകാരിണി എന്നാണ് ഇവിടെ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത്. ഈ രാമനെ നാടുകടത്തിയ കൈകേയി പോലും ഇന്ത്യയാണെങ്കിൽ മുനിയുടെ മരണത്തിന് നേരിട്ടു കാരണക്കാരിയായ ആ പെൺകുട്ടി എന്തുമാത്രം നിന്ദാർഹയാണ് എന്നാണ് ദേവസ്യ സാറ് ആശ്ചര്യത്തോടു കൂടി പറയുന്നത്. കിയതാസ അങ്കനാ ഗർഹ്യ മുനി മാരണകാരിണി എന്ന്. മുനിയുടെ വധത്തിന് കാരണക്കാരിയായ ആ പെൺകുട്ടി, ആ ശലോമി എന്ന പെൺകുട്ടി എത്രമാത്രം നിന്ദാർഹയാണ് എന്ന് ആശ്ചര്യപ്പെടുകയാണ് കവി ഇവിടെ. അപ്പോൾ ഇവിടെ തുടർന്ന് അമ്മയുടെ ആഗ്രഹം തൻ്റെ സ്വന്തം ആഗ്രഹമെന്നോണം ശലോമി അവതരിപ്പിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പ്രഭോ തൂർണം ഭവാൻ പാത്രേ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. അതും കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. പ്രഭോ തൂർണം ഭവാൻ പാത്രേ മസ്തകം സ്നാപകസ്യ തത് മഹ്യം ദദാത്വയം വാഞ്ച മമൈവം സസ്മിതാവദത്. പക്ഷേ ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ പ്രഭോ എന്ന് രാജാവിനെ സംബോധന ചെയ്യുന്നു, രാജൻ എന്നർത്ഥം. ഭവാൻ പാത്രേ സ്നാപകസ്യ തത് മസ്തകം മഹ്യം തൂർണം ദദാതു. അങ്ങ് സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് നൽകൂ എന്ന് വെച്ചാൽ സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് ആ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് നൽകൂ, ഒരു സമ്മാനമായി നൽകൂ എന്നാണ്
ആ പെൺകുട്ടി ആവശ്യപ്പെട്ടത് ഇയമ്മേ വാഞ്ച, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് തൻ്റെ ആഗ്രഹമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ തൻ്റെ അമ്മയുടെ ആഗ്രഹമാണെന്ന് അല്ല, തൻ്റെ സ്വന്തം ആഗ്രഹം എന്നോണമാണ് ആ ശലോമി അത് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? സസ്മിത അവദത് എന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ ഈ ആഗ്രഹം മുന്നോട്ട് വെച്ചത്, തൻ്റെ ആഗ്രഹം എന്നോണം തന്നെ. ബൈബിളിൽ അങ്ങനെ തന്നെയാണോ? കുറച്ചിതിയുടെ കാര്യം പറയുന്നത് സുസ്മേരവദനയായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അമ്മയുടെ ആഗ്രഹമായിട്ടില്ല, തൻ്റെ അമ്മയുടെ ആഗ്രഹമായിട്ടാണ് പറയുന്നത്. അമ്മയാണ് പറഞ്ഞു കൊടുത്തു. അതെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ആളുകൾ മനസ്സിലാക്കിയോ നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ശലോമി അമ്മയുടെ ആഗ്രഹം തൻ്റെ ആഗ്രഹം എന്നോണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അവതരിപ്പിച്ചത്, അങ്ങനെയാണ്. പക്ഷെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അതുണ്ട്. പക്ഷേ രാജാവിന്റെ അടുത്ത് വരുമ്പോൾ സ്വന്തം ആഗ്രഹമായിട്ടാണ് പറയുന്നത്. അമ്മ പറഞ്ഞെന്ന് പറയുന്നില്ല, ബൈബിളിലും പറയുന്നില്ല. അതെ. അപ്പോൾ ഇവിടെ ഇതൊരിക്കലും രാജാവ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. രാജാവ് പ്രതീക്ഷിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, നൃത്തം ചെയ്തു, അപ്പോൾ ആഭരണമോ മറ്റു വസ്തുക്കളോ ആവും ചോദിക്കുക എന്നാവുമല്ലോ രാജാവ് പ്രതീക്ഷിക്കുക. ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. രാജാവ് അവിടെ ഒരു ഇടിവെട്ടേറ്റ പച്ചില മരം പോലെ നിലകൊണ്ടു എന്ന് പറയുന്ന ശ്ലോകമൊക്കെ വരുന്നുണ്ട്. ഇനിയും ഒട്ടേറെ ശ്ലോകങ്ങളുണ്ട് ഈ സർഗത്തിൽ, നമുക്കത് വഴിയെ കാണാം. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.